ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ജയിൽ ജീവിതമാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ നല്ല സന്തോഷമായിട്ട് ഒരാഴ്ച നിന്നു. അങ്ങനെ നിന്നു. എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം ടിക്കറ്റാണ്. അപ്പോൾ വനിതാ പോലീസ് പറഞ്ഞു, ലീലയ്ക്ക് നാളെ ടിക്കറ്റാണ്, രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ട്. എൻ്റെ കൂട്ടുകാരികളൊക്കെ സങ്കടപ്പെട്ടു. എല്ലാവർക്കും ഞാൻ പൈസയൊക്കെ എല്ലാവർക്കും കൊടുത്തു. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. എല്ലാവരും കൊടുത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വിഷമം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നണില്ല. അങ്ങനെ അവർ വണ്ടി എടുത്ത് വനിതാ പോലീസ് എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എയർപോർട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അവരങ്ങോട്ട് കയറ്റി വിട്ടു. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം അവർ തിരിച്ചു പോയതിട്ടാ. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഞാൻ പിന്നെ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നിട്ട് അങ്ങനെ 2 മാസം നാട്ടിൽ നിന്നു. അപ്പോൾ കൊണ്ടുവന്ന പൈസയും അതൊക്കെ ഓരോ നമ്മുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് എത്ര കൊണ്ടുവന്നാലും അത് പിന്നെ ഇരിക്കില്ല, എന്തായാലും എടുത്തെടുത്ത് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഹോട്ടൽ തുടങ്ങി. എൻ്റെ കൂട്ടുകാരികൾക്ക് ജോലിയില്ല, എന്നാലും ഹോട്ടൽ തുടങ്ങാമെന്ന് പറഞ്ഞൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും പോകണം എന്നൊരു തോന്നൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നെ അറിയുന്ന ഒരു ചെറുക്കൻ പറയാണ്, ചേച്ചിയെ ഇങ്ങനെ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകും, അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് ഒന്ന് കൽപ്പന കിടക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയാണ് ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ അമ്പലത്തിൽ പോയി അവിടെ ചെന്നു. 12 മണിക്ക് അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ടോക്കൺ എടുത്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ വിളിച്ചു. അപ്പോൾ എനിക്ക് കൽപ്പന പറഞ്ഞു, ഭയങ്കരമായിട്ട് തടസ്സങ്ങളുണ്ട്, തടസ്സങ്ങളെല്ലാം മാറ്റിത്തരാം, 21 കർമ്മം വേണമെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ 2010 ശരി എന്നും പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പിറ്റേ ദിവസം അപ്പോൾ ഒരു കോഴീനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ചാത്തൻ കോഴീനെ പിടിച്ച് വീടിൻ്റെ മുറ്റത്ത് മൂട്ടിയിട്ട് വീട് 4 വശം ഉഴിഞ്ഞ് 7 പ്രാവശ്യം ഉഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ വൈകുന്നേരം ചാത്തൻ കോഴീനെ മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊട്ടയുടെ അടിയിലിട്ടു. രാവിലെ ഞാൻ അതിനെ ഉഴിഞ്ഞ് സഞ്ചിയിലാക്കി കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്നു കോഴീനെ കൊടുത്തു. ഈ കർമ്മം എല്ലാം അവസാനിപ്പിച്ച് അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മസ്കറ്റിലത്തെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഒരാളുടെ. അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ആൾ നാട്ടിൽ പോയി. അപ്പോൾ വിസ ഡീറ്റെയിൽസ് മുഴുവൻ അടുത്തൊരു കടയിൽ ഏൽപ്പിച്ചിരിക്കുക. ആൾ നാട്ടിലും പോയി. അപ്പോൾ എനിക്ക് വിളിച്ചപ്പോൾ കിട്ടിയില്ല. വിളിച്ചപ്പോൾ പോയത് ഒരു ഓഫീസിലേക്ക് ആ നമ്പർ പോയി. അപ്പം ഞാൻ അയ്യോ തെറ്റി സാറേ എന്ന് പറഞ്ഞ് വെക്കാൻ നോക്കി. അപ്പോൾ എന്തേലും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു വിസയുടെ ആവശ്യത്തിനാണ്. അത് വിസയുടെ ഓഫീസ് തന്നെ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ഫ്രീ വിസ വേണം സാറേ എന്ന് പറഞ്ഞു. എന്നാൽ അത് കുഴപ്പമില്ല, ശരിയാക്കാം, ഞാൻ അറബീനെ കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നമ്പറൊക്കെ ആൾ നോട്ട് ചെയ്ത് വെച്ചു. എന്നാൽ ശരി എന്നും പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അറബീനെ കിട്ടിയപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലീല അങ്ങനെ സ്പോൺസർ റെഡി ആയിട്ടുണ്ട്, നമ്മൾ 60,000 രൂപ സ്പോൺസർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആളാണെങ്കിൽ ഓഫീസുകാരൻ എവിടെയുള്ളത്, തൃശ്ശൂരുള്ളത്. ആളുടെ ഭാര്യ വീട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ അവരുടെ വീട്ടിൽ പൈസ കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയായി. ഇവിടെ നിന്ന് കയറി അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ അറിയില്ല കേട്ടോ, ഈ ഫോട്ടോയിൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ബാലേട്ടൻ താമസിക്കുന്നിടത്ത് ബാലൻ എന്ന പേര് ബാലേട്ടൻ വണ്ടി കൊണ്ടുപോയി. ആളുടെ ഫാമിലിയൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുചെന്ന് അവിടെ കയറി ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മൂക്കിപ്പൊടി, ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലി അല്ലേ. അവിടെ കൊണ്ടുചെന്നു. ആ കപ്പും പെട്ടിയൊക്കെ കൊണ്ട് ഇറക്കി വെച്ച് അപ്പം എന്നോട് കിടന്നോളാൻ പറഞ്ഞ് കിടക്കേക്ക് ഇട്ട് തന്നു. അപ്പോൾ ഒരു 12 മണി അതിൻ്റെ അവിടെ എത്തുമ്പോഴേ അങ്ങനെ കിടന്നു. ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് നേരം വെളിച്ചാമ്പിണ്ട് തൊട്ടപ്പുറത്തെ റൂമിൽ വർത്താനം കേൾക്കണം. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ട് അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോൾ മലയാളി പെണ്ണുങ്ങളിരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്തേലും ചോദിച്ചു. അവർ വീടുകളൊന്നും ശരിയല്ലാണ്ട് വന്നതാട്ടാ.
അപ്പം ഞാനായിട്ട് സംസാരിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവിടെ കളിച്ച് ചിരിച്ചിരിക്കുമ്പോഴേക്കും എൻ്റെ ഈ ബാലേട്ടൻ എന്നോട് റെഡിയാവാൻ പറഞ്ഞു. റെഡിയായി ആൾ ഓഫീസിൽ കൊണ്ടിരുത്തി. ഓഫീസിൽ കൊണ്ടിരുത്തി വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കൂട്ടർ ഹദ്ദാമെന്നെ അന്വേഷിച്ച് വന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ പണി അറിയാം, എനിക്ക് ഭാഷ അറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ എല്ലതും. അപ്പോൾ ഒരു തള്ളേനെ നോക്കാനാണ് 3 മാസത്തേക്ക് മതി, അവിടുത്തെ ജോലിക്കാരി നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ വൈകിട്ട് എൻ്റെ ബാഗും ഡ്രസ്സും തുണിയൊക്കെ എടുത്ത് അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മാമ്മ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോവുക, അതിന് കുളിപ്പിക്കുക, അതിൻ്റെ ഡ്രസ്സ് കഴുകുക മാത്രമുള്ളൂ. അങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് 5000 രൂപയാണ് ആദ്യമൊക്കെ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ 10 ഡബിൾ കാശ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും മസ്കറ്റിൽ ചെന്നാണ് വിശേഷം പറയണത് കേട്ടോ. ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഓക്കെ.